ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ഒരു നോമ്പുതുറ വ്ളോഗുമായി വന്നിരിക്കുകയാണ്. അതെ, അത് വേറെ ആരോ വീട്ടിലല്ല, നമ്മുടെ പാത്തൂനെ കെട്ടിക്കൊണ്ടായ വീട്ടിൽ. വീട്ടിലാണ് നോമ്പുതുറ. അപ്പം നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിൽ പോകാൻ നിൽക്കുകയാണ്. അതെ, എല്ലാവരും വണ്ടി കയറാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോവാണ്. പുറത്തൊരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ നേരെ പെരിയിലെത്തിയാണ്. പുറത്ത് രാവിലെ ഇറങ്ങിയാണ്, ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. വേർത്ത് വിളിച്ചു സത്യം പറഞ്ഞു. അതെ, ബാബു ശരിക്കും മൗനെ കാണാണ്ടല്ലോ, ആകെ വേർത്ത് കുളിച്ചിട്ട് അതെ ഡ്രസ് എടുത്ത് ഇറങ്ങിട്ടമ്മ. ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. മോളെ കാണാൻ വേണ്ടി പോവുകയാണ്. ചെറിയ മോളെ എന്താണത്? നോമ്പോറ്റ ക്ഷീണം. ഉണ്ട് മുഖത്ത്. നോമ്പ് ഒറ്റോണ്ടാണ് ഗൈസ് മുഖം ഒന്ന് ബൾബ് കത്തിയമാതിരി നിൽക്കുന്നത്. അപ്പോൾ നല്ല നമുക്ക് പോയേക്കാം. ഓരോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ എത്തുന്നത്. ആ ചെന്നപ്പോൾ തന്നെ ഒരു മിറ്റത്ത് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നോമ്പർക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഒരു നോമ്പറന്നിട്ടതിന് ശേഷമാണ് നമ്മൾ എത്തുന്നതന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ഫെബിയും സുഫാനും എത്തുന്നത്. ഓരും കുറച്ച് ലേറ്റായി. ഇത് ബിന്ദിൻ്റെ അവിടുത്തെ ഫസ്റ്റത്തെ നോമ്പർപ്പിക്കലായിരുന്നു കേട്ടോ. ഞങ്ങളിതിൽ കൂടുന്നു വിചാരിച്ചതല്ല. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ രാവിലെ ഷൂട്ട് ഉണ്ടായിരുന്നു. വൈകുന്നേരം ഈ ഒരു ടൈമിൽ ഇവിടെ എത്തുമെന്ന് വിചാരിച്ചതല്ല. നമ്മളിങ്ങനെയൊക്കെ എത്തിയതാണ്. നീക്കാനായില്ലടി എനിക്ക്. ആരാതെ? ഓയ് എന്തടി ആൺകുട്ടികളെ പറ്റൂല? ഞാനിപ്പോ ബിന്ദിന്റെ റൂമിലാണ് ഉള്ളത്. അപ്പൊ അവരൊക്കെ പുറത്താണ്. ഇപ്പൊ വന്ന് നോക്കിയപ്പോ ചില കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാട്ടി തരാന്ന് വിചാരിച്ചു. നമുക്ക് കാണാം. ഇതൊക്കെ വീട് പൊട്ടല് കഴിഞ്ഞിട്ട്. ഇതുപോലെ നിക്കാഹിന്റെ മറ്റെന്തോ സാമാനം ഉണ്ടല്ലോ, അങ്ങനെന്തോ സാധനമാണ്. എത്ര ആയിട്ടുള്ളൂ ബിന്ദിയ കല്യാണം കഴിഞ്ഞിട്ട്? ബിന്ദിയ എത്ര ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്? എടീ എത്ര ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്? അല്ലേ ഇത് പൊട്ടി. രണ്ട് ആണിയുള്ള കാര്യക്കറിയില്ല. ഒരാണി ഇവിടെ ഉണ്ട്. ഞാൻ രണ്ടാമത്തെ ആണി അടിക്കാൻ ഞാൻ ആളെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് നോമ്പറന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ബിന്ദിന്റെ റൂമിൽ നിന്ന് കണ്ട് നല്ല പാചകടിയായിരുന്നു കേട്ടോ. കുറച്ച് നാട്ടുവർത്താനം പിന്നെ ഓളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ സംസാരിച്ച് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ബിന്ദി അനസും കൂടി ആയിട്ടോ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ബീഫ്, പൊറാട്ട, ചിക്കന്, ബിരിയാണി, പത്തിരി, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നും പുറത്തുനിന്ന് വാങ്ങിയില്ല കേട്ടോ, ഒക്കെ ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. ഞാനാണ് ഉള്ളൊക്കെ അറിഞ്ഞേ. ഒന്നും നമ്മള് പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ലല്ലോ മാമ. നിങ്ങളെല്ലാരും അത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്തിനാടാ സങ്കടം? എനിക്ക് എന്തിനാ സങ്കടം സാർ? അത് ഓർക്ക് ഇഷ്ടപ്പെടും, അവർക്ക് പേടിയാണ്. നടത്തൂടി എനിക്ക് വരാൻ തന്നെ പൂതി. എനിക്കൊന്ന് പോയിട്ട് കിടന്നിറങ്ങണം. ടാറ്റാ ബൈ ബൈ, സീ യു. മുഖത്ത് അടിച്ചിക്കണോ? അതെ അൻസ് പിന്നെ തിന്നാത്തോണ്ടാണ് കേട്ടോ. ചാർജ് ചെയ്യണം. ഓനിക്കിപ്പോഴാണ് ഓർമ്മ. ഞാൻ വരാം കേട്ടോ, എന്നോടൊന്നും പറയരുത് കേട്ടോ. അപ്പൊ ഗൈസ് എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇത് ബിന്ദിന്റെ അമ്മായിമ്മ, രണ്ടാമത്തെ അമ്മ, എല്ലാരും ഓടിക്കണേ. അപ്പൊ ഇത് മൂത്താമാരും
എനിക്ക് ഇത് അമ്മായി. അപ്പൊ ഇതാര്? ഓക്കെ അണ്ടി തിന്നോണ്ടിരിക്കണ ആരാണ്? ഈ അണ്ടി തിന്നോണ്ടിരിക്കുന്ന ആരാണ്? മുഖല്ല പറയൂ നിങ്ങൾ എന്താണ് അണ്ടി തിന്നത്? മാന്യ സൗകര്യങ്ങൾ ഇവിടെ അണ്ടി തിന്ന ആളുടെ മുഖം കാണില്ല. എത്തങ്ങളെ ആന്ന് അത് കുറച്ച് മേക്കപ്പ് നമ്മളെ അണ്ടി താത്തേണത്. അപ്പൊ എല്ലാരോടും പോയി. അതെ ഇത് മൈ മാത്രമാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇപ്പൊ പോവാണ്. എല്ലാരും പരിചയപ്പെട്ട് 4 കുറെ ആൾക്കാരെ കണ്ടറിയാന്നല്ലാതെ ഏതാ എന്താന്ന് അറിയില്ല. അപ്പൊ എന്തായാലും എല്ലാരോടും പോട്ടാ. ഇറങ്ങാനായിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു കണ്ട് എന്താണോ അവിടെ എന്താണിത്? അങ്ങനെ കുറച്ചേരൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഷാനു ഇല്ലായിരുന്നു. ഷാനുവിനുള്ള ഫുഡാണ് അനസ് കൊണ്ടുപോകുന്നത്. കാരണം ഷാനുവിന് ഇന്ന് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരിത് കാരണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ടാറ്റയും ബൈയും ഒക്കെ പറഞ്ഞ് ബിന്ദിനോടും അനസിനോടൊക്കെ പറഞ്ഞാണ്ട് ഒരു നമ്മളെ കൊണ്ടാക്കാനും വന്നിട്ടുണ്ടായിരുന്നു കാറിൻ്റെ അവിടേക്ക്. ഞാൻ ഈ വീഡിയോ അങ്ങനെ ഒന്നും എടുക്കാനല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശമാരൊക്കെ നടക്കണമെന്നില്ലല്ലോ. എന്തായാലും അടുത്ത വീഡിയോ കാണാം.